നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊരു വിഷമം ഒരു സെപ്പറേഷനൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓൾറെഡി മാരീഡ് ആണെങ്കിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു സെപ്പറേഷൻ ഒരു ഡിവോഴ്സിലേക്കുള്ള ഒരു പ്രോഗ്രസ് ആയിട്ട് കാണുന്നു. അല്ല നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡിസ്റ്റൻസ്, ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഫേസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സമയത്തൂടെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. യൂണിവേഴ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ്. ഞാൻ ടോക്സിക് ആയിട്ടുള്ള കണക്ഷനെ കുറിച്ചിട്ടല്ല പറയണേ. ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻ ആവുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ലല്ലോ. അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുള്ളൂ. ഞാൻ പറയുന്നത് അല്ലാതെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള കണക്ഷനാണ്. പക്ഷേ വളരെ ചാലഞ്ചിങ് ആയിട്ടൊരു സമയത്തൂടെ കടന്നു പോകുന്നു. ഒരു റിന്യൂവൽ എനർജി ഉണ്ട്, ഒരു മാറ്റം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം സംഭവിക്കുക. ആ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനെ അംഗീകരിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ പാർട്ട്ണറിനെയും സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഓക്കെ, എനിക്ക് ഇതിലെന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രോഗ്രസ് കാണാനില്ല. ഇനി ഞാൻ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ ഒരു ബന്ധം നഷ്ടപ്പെടാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്ക് നല്ലതാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിലെ ഒരു പ്രോഗ്രസ് നല്ല മാറ്റം കൊണ്ടുവരുന്നതിന് എന്നെ സഹായിക്കണം എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, പ്രസന്റ് മോമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഭാവി എന്താവും എന്നുള്ള ആവലാതി കൊണ്ടല്ല, ഈ പ്രസന്റ് മോമെന്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ മറന്നു പോയ നിങ്ങളുടെ ആ ഒരു പ്രണയം. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരിലേക്കും വീണ്ടും അത് ശക്തമായി വരുന്നതായും നിങ്ങളുടെ ഇടയിൽ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റിക്കൺസിലിയേഷൻ ഞാൻ കാണുന്നു. അപ്പോൾ ഒരു സെപ്പറേഷനിൽ എത്തി നിൽക്കുകയാണെങ്കിലും നിങ്ങളത് വേണ്ടാന്ന് വെക്കുകയും നിങ്ങൾ ആ ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുകയും നിങ്ങളതൊരു റിലേഷൻഷിപ്പ് ഒരു യൂണിയനിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാനാണ് പറയുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു റിക്കൺസിലിയേഷൻ അതെന്തായാലും നടക്കുന്നതാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്രയും ചാലഞ്ചിങ് ആണ്. നിങ്ങൾ കൂടുതൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ പ്രശ്നങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണറെയും യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു റിക്കൺസിലിയേഷൻ എന്തായാലും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക.